അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നാർസിസ്. അവന്റെ സമപ്രായത്തിലുള്ള ചെറുപ്പക്കാർ പോലും നാർസിസിന്റെ സൗന്ദര്യം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. അപ്പോൾ ആ പ്രായത്തിലുള്ള യുവതികളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ? നാർസിസും അവന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. അതുകൊണ്ടാണല്ലോ അവന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള കളിച്ചിരിയൊക്കെ കഴിഞ്ഞ് അവന്റെ വീടിനടുത്തുള്ള ആ തടാകക്കരയിൽ നിത്യേന ചെന്ന് ആ ജലാശയത്തിലേക്ക് എത്തി നോക്കുകയും അതിനുള്ളിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തിന്റെ സൗന്ദര്യം സ്വയം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തത്. ഒരു നാൾ നാർസിസ് സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ജലാശയത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അവന്റെ കാലു വഴുതി തടാകത്തിലേക്ക് മറിഞ്ഞു വീഴുകയും തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. നാർസിസിന്റെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു. സകല ജീവജാലങ്ങളും, എന്തിന് പ്രകൃതി പോലും അവന്റെ വേർപാടിൽ ദുഃഖിതയായി. അവനെ സ്നേഹിച്ചിരുന്നവർക്ക് ആ ദുഃഖം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എങ്കിലും നാർസിസ്, നിന്റെ നഷ്ടം ഞങ്ങൾ എങ്ങനെ സഹിക്കും? അതെ, എല്ലാത്തിനും കാരണം ഇവളാണ്, ഈ തടാകം. നീ എത്ര നീചയാണ്! ഇത്രയും സുന്ദരനായ ഒരു യുവാവിന്റെ ജീവൻ അപഹരിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായോ? ഇനി ഈ ലോകം നിന്നെ കാണുക നാർസിസിന്റെ കൊലയാളിയായിട്ടായിരിക്കും. എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാണ്.
തടാകമേ, നിന്റെ ഈ താണ്ഡവ നടനം ഒന്ന് മതിയാക്കൂ. നാർസിസിന്റെ മരണത്തിൽ നിനക്കെന്ന പോലെ വനദേവതകളായ ഞങ്ങൾക്കും ഈ ലോകത്തിന് തന്നെ ദുഃഖമുണ്ട്. ഒരു നിമിഷം ശാന്തമായി ഞങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കൂ. ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് നിന്നെ ഓർമ്മിപ്പിക്കാനുള്ളൂ. വനദേവതകളായ ഞങ്ങൾക്കും ജലദേവതയായ നിനക്കും മനുഷ്യകുലത്തിൽ ജനിച്ച ആരെയും പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ അനുമതിയില്ല. പ്രണയമോ വിവാഹമോ? ആരെ? എന്തിന്? ആര് പ്രണയിച്ചുവെന്നോ? ജലദേവതയായ നീയും അതീവ സുന്ദരനായ നാർസിസും തമ്മിൽ പ്രണയവിവശരായി നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? നാർസിസിന്റെ സൗന്ദര്യം അങ്ങ് ദൂരെ നിന്ന് കാണാൻ മാത്രം ഭാഗ്യം സിദ്ധിച്ചിരുന്നവരാണ് ഞങ്ങൾ വനദേവതകൾ. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അവന്റെ സൗന്ദര്യം തൊട്ടരികിൽ നിന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച നീ അവനെ പ്രണയിച്ചിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഇത്രമാത്രം ദുഃഖിക്കുന്നു? എന്ത്? നാർസിസിന് സൗന്ദര്യമുണ്ടായിരുന്നെന്നോ? ഹേ വനദേവതകളെ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പുലമ്പുന്നത്? നാർസിസിന് സൗന്ദര്യമുണ്ടായിരുന്നു പോലും. ഹേ തടാകമേ, ഈ ലോകത്തുള്ള സർവരും അവന്റെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുകയും അത് ആസ്വദിക്കുകയും ചെയ്തിരുന്ന കാര്യം നിനക്കറിയില്ലെന്നുണ്ടോ? മറ്റുള്ളവർ അവനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് എനിക്കൊരു വിഷയമേ അല്ല. നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ ലോകത്തിന്റെ സൗന്ദര്യം നിനക്കൊരു വിഷയമേ അല്ലെന്നോ? അതെ, എന്താ അതിൽ സംശയം? എനിക്ക് എന്റെ ഈ ലോകം മാത്രമാണ് പ്രിയമായിട്ടുള്ളത്. മറ്റൊന്നിനും എന്റെ കണ്ണും കാതും ഞാൻ കൊടുക്കാറില്ല. നിന്നോടൊന്ന് ചോദിക്കട്ടെ, നാർസിസ് എന്ന ആ യുവാവിൽ നീ കണ്ട പ്രത്യേകത എന്തായിരുന്നു? നാർസിസിൽ ഞാൻ കണ്ട പ്രത്യേകതയോ? അത് അവൻ എന്റെ അരികിൽ വന്ന് എന്നിലേക്ക് എത്തി നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിലെ ആഴങ്ങളിൽ പതിഞ്ഞ എന്റെ പ്രതിബിംബത്തെ തന്നെയാണ് ഞാൻ ഇത്രയും നാൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഹേ തടാകമേ, ഈ ലോകത്തിന്റെ സൗന്ദര്യം നിനക്ക് ഇത്രയും നാൾ കാണാൻ കഴിയാതിരുന്നത് സ്വാർത്ഥതയുടെ തിമിരത്താൽ നിന്റെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നത് കൊണ്ടാണ്. അതീവ സുന്ദരമായ നാർസിസിന്റെ മിഴികളിലൂടെ കണ്ടതുകൊണ്ടാണ് നീ അതീവ സുന്ദരിയായി നിനക്ക് തോന്നിയത്. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നിലെ സൗന്ദര്യം ഒരു മിഥ്യയായിരുന്നെന്നാണോ? ഞാൻ എന്നെ തന്നെ അറിയാതെയാണോ ഇത്രയും നാൾ മുന്നോട്ടു പോയത്? ഹേ തടാകമേ, നിനക്ക് നിന്റേതായ ഒരു രൂപമില്ല. നിന്നെ ആരുൾക്കൊള്ളുന്നുവോ അതാണ് നിന്റെ രൂപം. അതിലാണ് നിന്റെ സൗന്ദര്യം. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യവും നന്മകളും. അത് ആസ്വദിക്കുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം. എനിക്കതിന് കഴിയുമോ? നീ എന്തിനു സംശയിക്കുന്നു? നിനക്ക് വഴികാട്ടിയായി നിനക്ക് മുന്നേ ഞങ്ങളുണ്ട്. ശാന്തമായി ഒഴുകുവാൻ നിനക്കും സാധിക്കും. ഈ ലോകത്തിന്റെ സൗന്ദര്യം നമുക്കൊന്നിച്ച് ആസ്വദിക്കാം. ഓ നാർസിസ്, നീ ജീവിച്ചിരുന്നപ്പോൾ നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. നീ എന്നോട് ക്ഷമിക്കില്ലേ? നിന്റെ നഷ്ടം എനിക്കെന്നും തീരാവേദനയാണ്. നീ ഇത് കാണുന്നില്ലേ? എന്റെ ഈ തിരിച്ചുവരവിൽ പ്രകൃതിയുടെ അനുഗ്രഹമാണ് ഇപ്പോ ഞാൻ ജന്മം നൽകിയ ഈ ചെടിയും അതിന്റെ പുഷ്പവും. ഈ പുഷ്പത്തിന് എനിക്കെന്നും നിന്നോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി നാർസിസ് പുഷ്പം എന്ന പേര് ഞാൻ നൽകുന്നു.